ഒരു വലിയ ചോദ്യം ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രളയത്തിന് ഇരയായ ജനങ്ങൾ, അതായത് റൂം ഫോർ ദ റിവർ എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വീട്ടിലെ എല്ലാ മുറികളിലും പുഴു വന്ന് നിറയുന്നതാണോ റൂം ഫോർ ദ റിവർ എന്ന നെതർലൻഡ്സ് മാതൃക എന്ന ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 2018 കഴിഞ്ഞിട്ട് 2018 ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. വളരെ കഷ്ടപ്പെട്ട് ഇത് പഠിക്കാൻ, ഇത് എങ്ങനെ വെള്ളപ്പൊക്കം ഒഴിവാക്കാം, യഥാർത്ഥത്തിൽ വെള്ളപ്പൊക്കത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, അത് ഹോളണ്ട്, അതായത് നെതർലാൻഡ്സ്, ഡച്ച് എന്ന് നമുക്ക് പറയാം. ഇത്രയും പേരുകളുള്ള രാജ്യമാണ്. അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ആംസ്റ്റർഡാമൊക്കെ പോയാൽ, ആംസ്റ്റർഡാം അതിൻ്റെ തലസ്ഥാനമാണ്, അവിടെയൊക്കെ പോയാൽ നമുക്കിത് കാണുകയും ചെയ്യാം. ഞാൻ ആംസ്റ്റർഡാമിലെ അതിൻ്റെ ഒരുപാട് കനാലുകളുണ്ട് അവിടെ. നമ്മുടെ ഈ ആലപ്പുഴയുള്ള കനാലുകൾ പോലെ, അത് ചെറുത്, അതേപോലെ അതും ഏറ്റവും കൂടുതൽ കനാലുകൾ ഉള്ളത് വെനീസിലാണ്. അവിടെയൊക്കെ അവരത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ വെള്ളത്തിനോട് ചേർന്നാണ് അവിടെ ഹോട്ടലുകളൊക്കെ. ആ വെള്ളത്തിനകത്ത് വെച്ചാൽ നമ്മൾ കാലെടുത്ത് വെച്ച വെള്ളമാണ്. ആ രീതിയിലുള്ള ഹോട്ടലിൽ നമ്മളത് അവിടെ ബോട്ടിൽ പോയി ഇറങ്ങും, നേരെ അവരുടെ ആ ഹോട്ടലിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുകയാണ്, അത് വരാന്തയിലേക്ക് കയറും, എന്നിട്ട് റൂമിലേക്ക് കയറും, ആ രീതിയാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം വെനീസിൽ പോയിട്ടുണ്ട്, ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. റൂമിനൊക്കെ ഭയങ്കര റെൻ്റാണ്, കാരണം അത്രത്തോളം ആളുകൾ വരുന്ന സ്ഥലമാണ്. അതിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോളിഡേയ്സിനോടനുബന്ധിച്ച് ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് തിരിയാൻ ഒക്കത്തില്ല, അതുപോലെ തിരക്കാണ്. അങ്ങനെ അവർ അവർ നല്ലതായിട്ടാണ് അവരുടെ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അങ്ങനെ ഈ നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി എവിടുന്നോ കേട്ടറിഞ്ഞു, നെതർലാൻഡ്സിൽ, അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം, ഞാൻ പിന്നെ അത് പറയുന്നില്ല, നെതർലാൻഡ്സിൽ ഇതിന് നല്ല മാതൃക കാണിക്കുന്നുണ്ട്, അവിടെ പോയാൽ ഇതെല്ലാം പഠിക്കാം എന്നുള്ളത് ആരോ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഓതി കൊടുത്തു. അപ്പോൾ അവിടെ റൂം ഫോർ ദ റിവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർക്കുണ്ട്. അവർ ആ പ്രോജക്റ്റ് വെച്ചുകൊണ്ടാണ് അവരത് നോക്കുന്നത്. കാരണം അത് ഈ വെള്ളം തിരിച്ചു വിടാൻ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് ഒഴുക്കി വിടാനായിട്ടുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ് മാർഗങ്ങൾ അവർ കണ്ടുപിടിക്കും. അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കനാലുകളാണ്, അതോടെ കൂടി അത് കടലിലേക്ക് ഒഴുക്കി കളയും, അല്ലെങ്കിൽ കായലിലേക്ക് ഒഴുക്കി വിടും, ആ രീതിയിൽ അവർ ചെയ്യും. അത് ചെയ്യാനുള്ള ഒരു മെക്കാനിസം അവരുടെ കയ്യിലുണ്ട്. ആ രീതിയിലാണ് ആ നാട് തന്നെ നിലനിൽക്കുന്ന. അങ്ങനെയാണ്. ഇല്ലെങ്കിൽ ഈ ആംസ്റ്റർഡാം എന്ന് പറയുന്ന സ്ഥലം കാണത്തില്ല. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ, വെള്ളം നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ സ്ഥലം അവിടെ ഇങ്ങനെ ഒരു പ്രദേശം നമ്മുടെ ഭൂപടത്തിൽ കാണത്തില്ല, കാരണം വെള്ളമായിരിക്കും അവിടെ ഉള്ളത്. അങ്ങനെ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ്, അയാൾ, പിന്നെ അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ അംബാസഡറായിട്ടുള്ള വേണു രാജാമണി, അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്ത ഉൾപ്പെടെ ഈ 3 പേരും ശ്രീ പിണറായി വിജയനും കൂടെ പോയി ഏതാണ്ട് 20,80,000 രൂപ എങ്ങാണ്ട് ചിലവാക്കിയാണ് അവിടെ പോയത്. അവിടെ പോയി ഭംഗിയോട്ടങ്ങ് പഠിക്കുകയായിരുന്നു ചെയ്തത്. എന്തിനാണെന്നറിയോ? അത് കുട്ടനാടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അത് പോയി വളരെ വിശദമായിട്ട് പഠിച്ചു. ഇങ്ങോട്ട് വന്ന് റെഡിയാക്കാനായിട്ട് ഇവിടെ തീരുമാനമെടുത്തു. അത് റീബിൽഡ് കേരള അതിൽ ഉൾപ്പെടുത്തിയിട്ട് റൂം ഫോർ റിവർ പദ്ധതി നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ DPR തയ്യാറാക്കാൻ, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് 4.5 കോടി രൂപ, 4.5 കോടി രൂപയുടെ ഭരണാനുമതിയും കൊടുത്തു. കാരണം ഈ കോടികൾക്ക് അവിടെ വരുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഈ തുകയെന്നുണ്ടല്ലോ 1,38,00,000 രൂപ ഹൈഡ്രോഡൈനാമിക് പഠനത്തിന് ചെലവിടാനായിട്ട് 2020 ഉത്തരവും കൊടുത്തു. ആ പഠനത്തിൻ്റെ കൺസൾട്ടൻസി സേവനം ഏൽപ്പിച്ചത്
ചെന്നൈ IIT ആണ്. പക്ഷേ അവർ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ടല്ലോ, അത് അംഗീകരിക്കാൻ നമ്മുടെ ജലസേചന വകുപ്പ് തയ്യാറായിട്ടില്ല കേട്ടോ. അവർ പറഞ്ഞ നമ്മുടെ കുട്ടനാടിൻ്റെ ഭൗമശാസ്ത്രപ്രകാരമുള്ള പ്രത്യേകതകൾ ഒന്നും നേരിട്ടറിയാതെ തയ്യാറാക്കപ്പെട്ട റിപ്പോർട്ടാണിത്. അതുകൊണ്ട് ഇത് നടപ്പാക്കിയാൽ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി പോവും എന്ന് അവർ ഒരു ആശങ്ക വകുപ്പ് എടുത്തു. എന്നിട്ട് ആ വകുപ്പ് സ്വീകരിച്ച്, ജലസേചന വകുപ്പ് സ്വീകരിച്ച അതാണ്. എന്നിട്ട് അപ്പോൾ അവരാണെങ്കിൽ IIT ആണെങ്കിൽ കുറേ വിശദമായ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു കേട്ടോ. അതായത് ഈ കോരംകുഴി തോടിന് സമാന്തരമായിട്ടൊരു പുതിയ ചാനൽ, പമ്പാ നദിയിൽ നിന്നും വിയപുരത്തിനും തോട്ടപ്പള്ളിക്കും മധ്യേ ഒരു പുതിയ ചാനലും, ഇങ്ങനെ 2 ചാനലുകൾ നിർമ്മിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കോരംകുഴി തോടിൻ്റെയും തോട്ടപ്പള്ളി സ്പിൽവേയിലേക്കുള്ള ലീഡിങ് ചാനലിൻ്റെയും വീതി കൂട്ടണം, ഇങ്ങനെയുള്ള തുടങ്ങി. അതുപോലെ തന്നെ ഫ്ലഡ് റെഗുലേറ്ററുകൾ നിർമ്മിക്കണം എന്നും ഒക്കെ അവരുടെ ശുപാർശ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അപ്സ്ട്രീം മേഖലയിൽ നിന്ന് ഉള്ള വെള്ളത്തിൻ്റെ പ്രശ്നം, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അത് സാധ്യത ഉള്ളതുകൊണ്ട് അതേക്കുറിച്ച് വിശദമായ പഠനം വേണമെന്ന് ജലസേന വകുപ്പ് അങ്ങ് തീരുമാനമെടുത്തു. അങ്ങനെ തുടർന്ന് പഠനത്തിനായിട്ട് ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിയമിച്ചു. ഇവർ പഠനത്തിനും സർവേക്കും എത്തിയപ്പോഴാണ് ഈ ആവശ്യത്തിനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പമ്പ ബേസിനിൽ മറ്റൊരു സർവേ നടത്തുന്നു എന്നുള്ള വിവരം കിട്ടിയത്. അപ്പം ഒരേ കാര്യത്തിന് 2 സർവേ നടത്തുക എന്ന് പറഞ്ഞാൽ 2 ചിലവാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അത് അവിടെ നിർത്തിവെച്ചു. അപ്പോൾ ആ കാരണം റീബിൽഡ് കേരള അധികൃതർ അതിന് ഭരണാനുമതി നിഷേധിച്ചു, ഈ കാരണം ചൂണ്ടിക്കാട്ടി. അങ്ങനെ പ്രളയജലം വീടുകളിലേക്ക് കയറാതെ ഒഴുകിപ്പോകാനുള്ള ഇടമൊരുക്കുകയായിരുന്നു ഈ പദ്ധതി വഴി ഉദ്ദേശിച്ചത്. അതാണ് റൂം ഫോർ ദ റിവർ എന്ന്. പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ നിന്ന് ഉള്ള വെള്ളം റെഗുലേറ്ററുകൾ ഉപയോഗിച്ച് നിയന്ത്രിച്ച് തോട്ടപ്പള്ളി സ്പിൽവേ, കായംകുളം കായൽ എന്നിവയുടെ ഒഴുക്കിയാൽ അത് കുട്ടനാട്ടിലെ പ്രളയം നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ജലസേചന വകുപ്പിൻ്റെ വിലയിരുത്തൽ. അതുപോലെ ഇനിയിപ്പോൾ പ്രശ്നം അതൊന്നുമല്ല കേട്ടോ. ഇത് ഈ നെതർലാൻഡ്സിൽ ആണെന്നുണ്ടെങ്കിൽ അത് റൂം ഫോർ ദ റിവർ അന്ന് അവർ ചെയ്തേക്കുന്ന വിജയകരമായിട്ട് അവർ നടത്തിയേക്കുന്നത് എന്താണെന്നറിയാം. അവിടെ റൈൻ നദി, അതുപോലെ മ്യൂസ് റിവർ, അതുപോലെ വാൽ റിവർ, അതിലെല്ലാം വെള്ളം ഉയർന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ അവർക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർ പുതിയ രീതികൾ ഈ നടപ്പാക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് റൂം ഫോർ റിവർ എന്ന പേര് സൂചിക്കുന്ന പോലെ നദികൾക്ക് വേണ്ടി കൂടുതൽ വഴിയൊരുക്കുന്ന ഒരാശയം അവർ രൂപപ്പെടുത്തിയെടുത്തത്. വളരെ നല്ല ആശയവുമാണ്, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്നറിയാം, നമ്മുടെ ഈ നദികളിലൊക്കെ ഈ പറയുന്ന പോലുള്ള ഇത്രത്തോളം കരകവിഞ്ഞ് ഒഴുകണമെന്നാണെങ്കിൽ അതിൻ്റെ കാരണം നദികളുടെ ആഴം കുറഞ്ഞു. കാരണം മണ്ണും എക്കലും ചെളിയും മണലും നിറഞ്ഞിട്ട് ഇതിൻ്റെ ആഴം കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആ ഡാമുകളുടെ സംഭരണശേഷി ഗണ്യമായിട്ട് ഏതാണ്ട് 40% കുറഞ്ഞിട്ടുണ്ട്. ഈ എക്കലും അതുപോലെ ചെളിയും മണ്ണും അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്യണം. ആദ്യം ഡാമുകളുടെ ആഴം വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ ഈ നദികളുടെ ആഴം ഉണ്ടല്ലോ, അത് കൂട്ടണം. ഇല്ലെങ്കിൽ ഇത് എപ്പോഴും കരകവിയും. കാരണം വെള്ളത്തിനെ അതിന് കണ്ടെയ്ൻ ചെയ്യാനുള്ള മാർഗമില്ല. അങ്ങനെ കണ്ടെയ്ൻ ചെയ്യാമായിരുന്നെങ്കിൽ അത് കടലിലേക്ക് യഥാസമയം അതായത് വേലിയിറക്ക സമയത്ത് ഒഴുക്കി വിടാനുള്ള മാർഗം ഉണ്ടാകണം. അതിനുള്ള നൂതനമായ മാർഗങ്ങളാണ് യഥാർത്ഥ ഈ പറയുന്ന ഡച്ച് മാതൃകയിലുള്ളത്. പക്ഷേ അതൊക്കെ പോയി കണ്ട് പുട്ടടിച്ചിങ്ങി വരിക എന്നുള്ളതല്ലാതെ ഒന്നും നടക്കത്തില്ല. 2019 പോയതാണ്, 7 വർഷം കഴിഞ്ഞ് ഇപ്പം വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് ആലോചിക്കുന്നത് അന്നത്തെ റൂം ഫോർ ദ റിവർ എവിടെ എന്നുള്ളത്. ജനങ്ങൾ പറയുന്നതിന് കുറ്റമാണോ? ജനങ്ങൾ എന്തുമാത്രം കഷ്ടമാണെന്ന് കണ്ടോ. ഒരു തുണിക്കടയിലൊക്കെ ടെക്സ്റ്റൈൽസിലൊക്കെ ചെളി നിറഞ്ഞ തുണികൾ, കാരണം അത് മുഴുവൻ അവർ സങ്കടപ്പെട്ടെടുത്ത് വാരി കൂട്ടിയിടുന്നുണ്ടോ. ഇതിനൊക്കെ എന്തുമാത്രം നഷ്ടമാണ് അവർക്കുണ്ടായത്.
ആ നഷ്ടം വീട്ടിയെടുക്കാൻ ഗവൺമെൻറ്റിൽ നിന്ന് കഴിവുണ്ടോ? അതുമില്ല. പല പദ്ധതികൾ ഗവൺമെൻറ് പറയുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ നഷ്ടം തീരത്തില്ല, ദുരിതം തീരത്തില്ല. വീടുകളിലെല്ലാം ഇതുപോലെ ഈ പുഴുക്കളും ഒക്കെ എഴഞ്ഞടക്കാണ്, ചെളിവെള്ളം മുഴുവൻ കയറിയേക്കാണ്. ഫർണിച്ചറും അവരുടെ സാധനങ്ങളും ഒക്കെ നശിച്ചു, നഷ്ടപ്പെട്ടു. കൈ കിട്ടുന്നതും വാരിക്കൊണ്ട് വള്ളത്തെ കയറി ഓരോ റിലീഫ് ക്യാമ്പുകളിൽ അവരിങ്ങനെ നടക്കുക. എന്ത് കഷ്ടമാണ് ഈ അവസ്ഥ, ഒന്നാലോചിച്ച് നോക്കിക്കോളൂ. ഇതിനൊരു അറുതി വേണ്ടേ? വേണം.